കൊല്ലം ആയൂരിൽ KSRTCയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. അപകടം വരുത്തിവെച്ചത് KSRTC എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയാണ്. ബസ് റോഡിന്റെ മറു സൈഡിലൂടെ കയറി കാറിലിടിക്കുകയായിരുന്നു. ചികിത്സയിലുള്ള കാർ ഡ്രൈവറുടെ മൊഴി ഇന്നെടുക്കും. ബസിന്റെ ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടാകും. ജയശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജയശങ്കർ, ചെറുതല്ലാത്തൊരു അപകടമാണ്. പക്ഷെ അങ്ങനെ അപ്പുറത്തെ വഴിയിലേക്ക്, റോഡിന്റെ മറുവശത്തേക്ക് ആ ബസ് പോകാനുള്ള കാരണം എന്താണ് എന്നത് പോലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല. അതായത് മാധു, കഴിഞ്ഞ ദിവസമാണ് ഓയൂരിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ വന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഈ കാറുകാരനാണ് പ്രശ്നമെന്നാണ് നമ്മളൊക്കെ തന്നെ കരുതിയത്. പക്ഷേ പിന്നീട് ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചൊരു ഘട്ടത്തിലാണ് ഈ ബസ് ഡ്രൈവർക്ക്, KSRTC ബസ് ഡ്രൈവർക്ക് വീഴ്ച പറ്റിയെന്നൊരു നിഗമനത്തിൽ നമ്മൾ എത്തിയത്. കാരണം ആ ബസ് ഡ്രൈവർ ആ റോഡിന്റെ മറു സൈഡിലേക്ക് ഈ വാഹനം കൊണ്ടുപോവുകയും കാറിൽ ഇടിക്കുകയും ചെയ്യുന്നതാണ്. അതായത് മനഃപൂർവ്വം ആ ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം വരുത്തിവെച്ച ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. ഈ ബസ് ഡ്രൈവർ ഇന്നലെ ഈ അപകടം ഉണ്ടായ ഘട്ടത്തിൽ നൽകിയ പ്രതികരണത്തിലൊക്കെ തന്നെ ഈ കാറുകാരനാണ് കുഴപ്പമുണ്ടാക്കിയെന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ് നൽകിയത്. പോലീസിനും അയാൾ അത്തരത്തിലുള്ള ഒരു മൊഴിയൊക്കെയാണ് നൽകിയത്. പിന്നീടാണ് പോലീസും ഇത്തരത്തിൽ ഈ അപകടത്തിന്റെ കൂടുതൽ ആംഗിളുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മറു സൈഡിലേക്ക് ഈ ബസ് പോയാണ് മനഃപൂർവ്വം വരുത്തിവെച്ചൊരു അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ കിളിമാനൂർ സ്വദേശി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിന്റെ നട്ടലിനുൾപ്പെടെ പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ 10ഓളം പേർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത്. അതിൽ 7 പേർ ബസ്സിലുള്ളവരും ബാക്കി 3 പേർ ഈ കാറിൽ യാത്ര ചെയ്തിരുന്നവരുമാണ്. അങ്ങനെ ഇതൊരു വലിയ വ്യാപ്തിയുള്ള ഒരു അപകടമാണ്. എന്തായാലും ആ അപകടത്തിൽ പരിക്ക് പറ്റിയ ഈ കാറിലുണ്ടായിരുന്ന ഒരു യുവാവ്, കിളിമാനൂർ സ്വദേശിയായ യുവാവ് അല്പം ഗുരുതരമായി നട്ടലിനുൾപ്പെടെ പരിക്ക് പറ്റി ചികിത്സയിലാണ്. എന്തായാലും ഇന്ന് കാർ ഡ്രൈവറുടെ മൊഴി കൊട്ടാരക്കര പോലീസ് എടുക്കും. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും പോലീസ് കേസെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കും. എന്തായാലും ആ അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് KSRTC ഡ്രൈവറുടെ വീഴ്ച വ്യക്തമാണ്. അധികം വൈകാതെ പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഈ അപകടത്തിന്റെ ആംഗിൾ മറ്റൊന്നാണ്. വീഴ്ച ബസ് ഡ്രൈവർക്ക് എന്നൊരു നിഗമനത്തിൽ പോലീസ് ഇപ്പോഴെന്തായാലും എത്തിച്ചേർന്നിരിക്കുന്നത്. അപകടത്തിൽ പരിക്ക് പറ്റിയ കാർ ഡ്രൈവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ബസ് അത്ര തിരക്കുള്ള സ്ഥലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമോ ഒന്നും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നില്ല. ബസ് അപ്പുറത്തെ വശത്തേക്ക്, റോഡിന്റെ മറുവശത്തേക്ക് കയറി പോകുന്നതിനിടയിലാണ് കാറുമായി വലിയ കൂട്ടിയിടി ഉണ്ടാകുന്നത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കാർ ഡ്രൈവറുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.